ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് റോയൽ സ്റ്റാഗ് വിസ്കി ഉണ്ടാക്കുന്നതെന്ന് നോക്കി. അതിൻ്റെ ഓരോ പ്രോസസ്സുകളിൽ കൂടി നമ്മൾ വളരെ വിശദമായിട്ട് പോവുകയുണ്ടായി. ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാം വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിനെ പറ്റിയാണ്. യെസ്, ഷുഗർ, പഞ്ചസാര. നല്ല നാച്ചുറലായ കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെ ഈ നാച്ചുറലായ കരിമ്പിൽ നിന്ന് ഈ ഒരു വെളുത്ത വിഷം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവം എന്തെല്ലാം പ്രോസസ്സിന് ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സോ നമുക്ക് വീഡിയോയിലേക്ക് കയറാം. വലിയ വലിയ കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്നാണ് പഞ്ചസാരയുടെ നിർമ്മാണത്തിൻ്റെ കഥ തുടങ്ങുന്നത്. വലിയ മെഷീനുകൾ യൂസ് ചെയ്ത് ഈ കരിമ്പിൻ തോട്ടങ്ങൾ കട്ട് ചെയ്യുന്നു. വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ മെഷീനുകൾ കരിമ്പിൻ്റെ ബേസിൽ നിന്ന് മാത്രം കട്ട് ചെയ്തെടുക്കുന്നു. ആവശ്യമായ കെയിൻ മാത്രം സ്റ്റോർ ചെയ്യുന്നു. കട്ട് ചെയ്തെടുത്ത ഈ കെയിനുകൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. വാഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഏകദേശം 2ഓളം വാഷിംഗ് പ്രോസസ്സിലൂടെ ഈ കെയിനിനെ കടത്തിവിടുന്നുണ്ട്. നല്ലോണം കഴുകിയ ഈ കെയിനിനെ ക്രഷ് ചെയ്ത് നല്ല ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഇതിനുവേണ്ടി ഈ ക്രഷിംഗ് മെഷീനിലേക്ക് ഇതിനെ കയറ്റിവിടുന്നു. നല്ല രീതിയിൽ ചതച്ചരച്ച് നല്ല കരിമ്പിൻ ജ്യൂസ് പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ പിഴിഞ്ഞെടുത്ത ജ്യൂസിനെ വലിയ അലൂമിനിയം ടാങ്കുകളിൽ കളക്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ജ്യൂസ് ഷുഗർ കെയിനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത പ്രോസസ്സാണ് ബ്ലീച്ചിങ്. ബ്ലീച്ച് ചെയ്യാനായിട്ട് 10 മീറ്റർ ഉയരമുള്ള ടാങ്കിൽ നിന്ന് ഇതിനെ താഴേക്ക് ഒഴുക്കി സൾഫർ ഡയോക്സൈഡായി മിക്സ് ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു വർക്കർ സോഡാപ്പൊടിയും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുന്നു. ഒരു അജിറ്റേറ്റർ മെഷീൻ ഈ സോഡ ലായനിയും ജ്യൂസും തമ്മിൽ മിക്സ് ചെയ്യുന്നു. ഏകദേശം 6 മണിക്കൂറോളം ഈ മിക്സിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ ആൽക്കലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനുശേഷം ജ്യൂസിൻ്റെ കളർ ബ്രൗണിൽ നിന്ന് യെല്ലോ ആയി മാറുന്നു. ഈ ദ്രാവകത്തെ ഒരു ബോയിലറിൽ വെച്ച് ചൂടാക്കുന്നു. അതിനുശേഷം ഇതിലെ പഞ്ചസാരയുടെ അളവ് 15% നിന്ന് 60%-ലേക്കാകുന്നു. ഈ ഒരു പ്രോസസ്സിന് ശേഷം ബ്രൗൺ കളർ സിറപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ കട്ടിയുള്ള ഒരു സിറപ്പ്. ഇനിയും പ്രോസസ്സുകൾ നടക്കാനുണ്ട്. ഒരു വർക്കർ സൂക്രോസ് ക്രിസ്റ്റലും ആൽക്കഹോളും തമ്മിലുള്ള ഒരു മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. 1 മിനിറ്റ് കൊണ്ട് ഏകദേശം 1200 തവണ കറങ്ങുന്ന ഈ ഒരു മെഷീനിലേക്ക് ഇതിനെ ഇടുകയും അതിൽ നിന്ന് പൾപ്പിനെ വേർതിരിച്ചെടുക്കുകയും ക്രിസ്റ്റലിനെ വേർതിരിച്ച് മാറ്റുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഷുഗറിനെ ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. അങ്ങനെ നല്ല വെളുത്ത പഞ്ചസാര റെഡി ആയിട്ടുണ്ട്. പക്ഷേ കെമിക്കലുകൾ ചേർത്ത ഈ പഞ്ചസാര ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവസാനത്തെ പ്രോസസ്സായ പാക്കേജിങ്ങിന് ശേഷം ഇവ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്നു.